Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് അതുപോലെ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടോട്ട് പോകാം. നിഫ്റ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 48 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയാം. കാരണം ഇന്നലെ നല്ല രീതിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് വന്ന് ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് അതുവരെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഒരു വലിയ ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് ശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടായിരുന്നത്. അതിന് ശേഷം അവിടുന്ന് നല്ല രീതിയിലൊരു സെല്ലിങ് വന്ന് ക്ലോസ് ചെയ്ത് ഏകദേശം ഒരു 2% മുകളിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം, ക്ലോസിങ് നോക്കിക്കഴിഞ്ഞാൽ 2.5% അടുത്താണ് നമുക്ക് എന്തൊരു ക്ലോസിങ് കിട്ടിയത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഇനി പറയില്ല ഈ റേഞ്ച് ഒരു ഗ്യാപ്പ് ഫില്ലിങ് വരുമോയെന്ന് അറിയില്ല, വരില്ല എന്ന് പ്രതീക്ഷിക്കാം. അതെന്ന് പറഞ്ഞ് ഇതുവരെ ഈ റേഞ്ച് വരെ വരണം, 25,080 ആ റേഞ്ച് വരെ എത്തണം. ഇവിടെ തന്നെ മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് നിഫ്റ്റിയുടെ സ്ട്രക്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ബെയറിഷ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണെന്നാണ്. പക്ഷേ നമുക്ക് ആ ഒരു ട്രേഡ് ഡീലിൻ്റെ ന്യൂസ് വന്നതോടെയാണ് മാർക്കറ്റിൽ നല്ലൊരു ബൈയിങ് മൊമെൻറ്റം തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യും എന്ന് നമുക്ക് തന്നെ പ്രതീക്ഷിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇനി വേറെ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ വരുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞ് 26,300 ആ റേഞ്ചാണ് ഇനിയിപ്പോൾ നമുക്ക് വാച്ച് ചെയ്യേണ്ടത്. കാരണം ആ റേഞ്ചാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിൽക്കുന്നത്. സ്മോൾ ക്യാപ്പ് നമ്മൾ നിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് കുറച്ചുകൂടി നല്ലൊരു സ്ട്രെങ്ത്ത് നമ്മളിന്ന് കണ്ടു, നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കിന്ന് സ്മോൾ ക്യാപ്പിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ റേഞ്ച് കഴിഞ്ഞ് നമ്മളിത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 16,953 ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ഇന്നലെ ഓപ്പൺ ആയത് തന്നെ അതിൻ്റെ മുകളിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് കണ്ട ആ റേഞ്ചിൻ്റെ അടുത്ത് തന്നെ റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോയ പോലെ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ തന്നെ മേലോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് വാച്ച് ചെയ്യേണ്ട റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17,477 എന്നുള്ള ഒരു സ്വിങ് ഹൈ ആണ്. അത് ബ്രേക്ക് ചെയ്താൽ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി. അത് കഴിഞ്ഞ ശേഷം വരുന്നത് ഈ റേഞ്ചാണ്. നമുക്കിതാ ഈ ഒരു റേഞ്ചിൽ നിന്നാണ് നല്ലൊരു സെല്ലിങ് വന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് കൂടി നമ്മൾ 18,040 എന്നുള്ള റേഞ്ചും കൂടി നമുക്കൊന്ന് കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം. അതൊക്കെ ബ്രേക്ക് ചെയ്താലാണ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റോക്കാണ് JK ടയർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തില്ല, മിനിഞ്ഞാന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ് JK ടയർ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 528 മുകളിലാണ് കഴിഞ്ഞ ദിവസം. ഇന്നലെ തന്നെ അതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്ത്. പക്ഷേ ആ റേഞ്ചിൽ തന്നെ റീടെസ്റ്റ് ചെയ്തിട്ട് തന്നെ മേലോട്ട് പോയി. അപ്പോൾ കറക്റ്റായിട്ടുള്ള എൻട്രി ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നാളെ നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നമുക്കറിയാം, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. 65 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇതൊരു ഡെയിലി ചാർട്ടാണ്. നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. നമുക്ക് വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് നാളത്തെ ഒരു ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം 2019 തൊട്ടിട്ട് പിന്നെ വന്നത് 2023 അതിന് ശേഷം വരുന്നത് ഇപ്പോഴാണ് ഈ റേഞ്ചിലോട്ട് വരുന്നത്. അപ്പോൾ ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഒരു 60.80 അല്ലെങ്കിൽ 60 രൂപ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു ഒരു 10% ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. ഒരു 70 രൂപ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിട്ട് ഓക്കെ, ഒരു 70 രൂപ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്കൊക്കെ നോക്കാവുന്നതാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ട്രയൽ ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത്. നമ്മളിത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. നിങ്ങൾക്ക് ഇത് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എൻട്രിയും ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം പണ്ട് നമ്മളിതുപോലെ വീഡിയോസിൽ പറഞ്ഞിട്ടാണ് നമ്മുടെ ചാനൽ അടിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഓൾറെഡി റിസൾട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എൻട്രികളൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ നാളത്തെ മാർക്കറ്റിൽ പറയുന്നൊരു സ്റ്റോക്ക്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ വരും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്